സ്വാമികൾ ഭാഷ്യം രചിച്ചു. പ്രസ്ഥാനത്രയങ്ങൾ ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഉപനിഷത്തുകൾ മുതലായ ബ്രഹ്മസൂത്രത്തിന് അദ്ദേഹം ഭാഷ്യം രചിക്കുകയുണ്ടായി. സ്വാമികളെ കുറിച്ച് ബാക്കി വിശദമായിട്ട് സമയമില്ല, സമയപരിമിതി കൊണ്ട് ശങ്കരാചാര്യ സ്വാമികളുടെ മെൽഫോർഡ് മണിയും കാലടി മണിയും ഇവിടെ സേവാംശവുമായിട്ട് പ്രസന്നാസ്വാമി ക്ഷേത്രത്തിൽ മാതാപിതാക്കളായ ശിവഗുരുവായൂരപ്പ ദേവി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ശബരിമല ശ്രീധർമ്മശാസ്ത്രത്തെ പോലെ സർവശാസ്ത്ര വിശാലമായ ഒരു പുത്രനെ വേണമെന്നുള്ള ഉപ്പായിട്ടുള്ള മനോരമയ്ക്കുള്ള പുത്രനെ ജീവിച്ചു. ശ്രീ വേദരസ മഹാമുനിയുടെ അനുഗ്രഹപ്രകാരം അദ്ദേഹം വീണ്ടും പഠനമത്സരത്തിലേക്ക് അദ്ദേഹം പുരാണത്തിലേക്ക് ഭാരതത്തിൻ്റെ 4 മടങ്ങ് ഭാരതത്തിൽ സ്ഥാപിച്ചു. 4 വേദങ്ങൾ, ചതുർവേദങ്ങളെ ആസ്ഥാനം അടിസ്ഥാനപ്പെടുത്തി മഠാലയങ്ങൾ നിർണ്ണയിച്ചു. അങ്ങനെ പത്മപാദനും മണ്ഡല വിശ്വനാഥ സുരേശ്വരാചാര്യ വടകാചാര്യരും ഒന്നുമല്ല ആചാര്യന്മാർ ഈ ഭാരതം സനാതന ധർമ്മങ്ങൾ അടിയുറച്ചതും പിന്നെ ക്ഷേത്രാരാധനകളും ക്ഷേത്രസങ്കല്പങ്ങളും ഭക്തികളുടെ മാർഗങ്ങൾ പറഞ്ഞു. പരാഭക്തി എന്ന് പറയുന്ന